നമസ്കാരം. ഡോക്ടർ ഹിയർ പരിപാടിയിലേക്ക് സ്വാഗതം. കുട്ടികളുടെ ബുദ്ധിവികാസവുമായി ബന്ധപ്പെട്ട മാനസിക വ്യതിയാനമാണ് ഓട്ടിസം എന്ന് പറയുന്നത്. ജനനസമയത്തെ ആദ്യ നാളുകളിൽ ഓട്ടിസം കണ്ടുപിടിക്കാൻ സാധിക്കില്ല. ഒരു കുഞ്ഞിന് ഓട്ടിസം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത് അവരുടെ സ്വഭാവത്തിലൂടെയാണ്. ഇന്ന് ഈ വിഷയമാണ് ഡോക്ടർ ഹിയർ ചർച്ച ചെയ്യുന്നത്. കൊച്ചിയിലെ പ്രയത്ന ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ ഫൗണ്ടർ ഡോക്ടർ ജോസഫ് സണ്ണി കുന്നശ്ശേരിയാണ് നമ്മുടെ അതിഥി. ഡോക്ടർ, സ്വാഗതം പരിപാടിയിലേക്ക്. ഡോക്ടർ, ഈ പലർക്കും ഓട്ടിസം എന്ന രോഗാവസ്ഥയെക്കുറിച്ച് അധികം ധാരണ ഉണ്ടാവില്ല. അത് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. എന്താണ് ശരിക്കും ഓട്ടിസം എന്ന രോഗാവസ്ഥ? എങ്ങനെയാണ് സാധാരണ കുട്ടികളിൽ നിന്നും ഓട്ടിസം ബാധിച്ച കുട്ടികൾ വ്യത്യസ്തരാകുന്നത്? ഓട്ടിസം ഉള്ള കുട്ടികളെ നമ്മൾ സാധാരണഗതിയിൽ നമ്മളത് കണ്ടുപിടിക്കുന്നത് ഒരു 3 വയസ്സിനകത്ത് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അവരിൽ പ്രധാനമായിട്ട് കാണുന്ന 2-3 ലക്ഷണങ്ങളിൽ ഒന്ന് സോഷ്യലൈസേഷൻ, മറ്റുള്ള ആളുകളുമായിട്ട് ഇടപെടുന്നത് വളരെ കുറവായിരിക്കും. ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ കുറവായിരിക്കും. പിന്നെ അവരുടെ സംസാരം വളരെ കുറവായിരിക്കും. അപ്പോൾ മറ്റു കുട്ടികളെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇവര് ഇന്ററാക്ഷൻ, സോഷ്യലൈസേഷൻ ആണ് ഏറ്റവും കൂടുതൽ അവർക്ക്. സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ ആണ്, മറ്റുള്ള ആളുകളോട്ട് ഇടപെടുന്നത് വളരെ കുറവായിരിക്കും. അതാണ് ഓട്ടിസത്തിന്റെ പ്രധാനമായിട്ടുള്ള സിംറ്റംസ്. ഇപ്പോൾ ഈ കുട്ടികളുടെ സ്വഭാവത്തിലൂടെയാണല്ലോ ഓട്ടിസം തിരിച്ചറിയുന്നത്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ, ഇപ്പോൾ വളരെ ചെറിയ കുട്ടികളിൽ ഇത് ബാധിക്കുമ്പോൾ സ്വാഭാവികമായി മാതാപിതാക്കളാണല്ലോ ഇതിൻ്റെ ഈ ലക്ഷണങ്ങളൊക്കെ തിരിച്ചറിയേണ്ടത്. അങ്ങനെ പറയുമ്പോൾ ഏതൊക്കെ ലക്ഷണങ്ങളാണ് ഈ മാതാപിതാക്കൾ തിരിച്ചറിയേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു ജോയിന്റ് അറ്റൻഷൻ, കുട്ടികളുടെ ശ്രദ്ധ നന്നായിട്ട് വേണം. ഉദാഹരണം പറഞ്ഞാൽ ഒരു 1.5 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും കുട്ടി നമ്മൾ 1 വയസ്സാകുമ്പോൾ 1 വാക്ക് പറയണം, 2 വയസ്സാകുമ്പോൾ 2 വാക്ക് ചേർത്ത് പറയണം, 3 വയസ്സാകുമ്പോൾ 3 വാക്ക് ചേർത്ത് വരണം. അപ്പൊ അമ്മ വെള്ളം വേണം, എനിക്ക് ടാറ്റ പോകണം, അങ്ങനെ സംസാരിച്ചു തുടങ്ങും. അതുപോലെ തന്നെ നമുക്ക് പോയിന്റ് വേണം. നമ്മളിപ്പം കാക്ക എവിടെയാണ്, ലൈറ്റ് എവിടെയാണ്, ഫാൻ എവിടെയാണെന്നൊക്കെ നമ്മൾ പോയിന്റ് ചെയ്യുമ്പോൾ ആ കുട്ടിയും അങ്ങോട്ട് ശ്രദ്ധിക്കണം. അതിനാണ് ജോയിന്റ് അറ്റൻഷൻ എന്ന് പറയുന്നത്. മറ്റൊരാളുടെ അറ്റൻഷൻ, നമ്മളൊരു അറ്റൻഷൻ കൊടുക്കുന്ന ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ ആ കുട്ടി ചേർന്ന് അതിലേക്ക് അറ്റൻഷൻ കൊടുക്കണം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കുറവാണെങ്കിൽ മാതാപിതാക്കൾ തീർച്ചയായും ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ വാക്കുകൾ സംസാരിച്ചുകൊണ്ടിരുന്ന കുട്ടിയുടെ വാക്കുകൾ താഴോട്ട് പോവുക, അതായത് ഡിറ്റോറിയേഷൻ ഓഫ് സ്പീച്ച് എന്ന് പറയും. നന്നായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി ആ സംസാരത്തിന്റെ വാക്കുകൾ താഴോട്ട് കുറഞ്ഞു പോകുന്നതിന് ഒരു സിംറ്റമാണ്. അപ്പൊ ഇങ്ങനെയുള്ള സിംറ്റംസ് വന്നു കഴിഞ്ഞാൽ അവർ ആദ്യം തന്നെ ചെയ്യേണ്ടത് അവരുടെ ഒരു ഫാമിലി പീഡിയാട്രീഷ്യനോട് ഇത് അറിയിക്കുക. അപ്പൊ അതിനുശേഷം അതിനുള്ള പ്രൊഫഷണൽസ്, സ്പീച്ച് തെറപ്പിസ്റ്റ്, സൈക്കോളജിസ്റ്റ്, ഒക്യുപ്പേഷൻ തെറപ്പിസ്റ്റ് മുതലായ ആളുകളിൽ നിന്ന് അവർക്ക് കൂടുതൽ അഡ്വൈസ് നേടി ആ കുട്ടിക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞതിൽ നിന്ന് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. അതായത് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ എല്ലാ കുട്ടികളും ഒരുപോലെ ആവില്ല. അവരുടെ ഓരോ ഡെവലപ്മെൻ്റ് ഒക്കെ ഓരോരോ സമയത്തായിരിക്കുമല്ലോ ഉണ്ടാവുക. പക്ഷേ നമ്മൾ കേട്ടിട്ടുള്ളത് ഈ ചില കുട്ടികളൊക്കെ ഇങ്ങനെ ലേറ്റായിട്ടേ സംസാരിക്കുകയുള്ളൂ, അങ്ങനെ പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ട്. വളരെ പതുക്കെയാണ് ഇവർ സംസാരിക്കുന്നതെന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷനും ഈ ഓട്ടിസം ആണോ? ആ ഒരു തരത്തിലേക്ക് എങ്ങനെയാണ് നമുക്കത് മാറ്റാൻ പറ്റുന്നത്? അതായത് നമ്മളിപ്പോ സാധാരണ നമ്മൾ പറയാറുണ്ട്, നമ്മുടെ ഗ്രാൻഡ് പേരൻസ് ഒക്കെ പറയും, എന്റെ മോൻ സംസാരിച്ചത് 5 വയസ്സിലാണ് അല്ലെങ്കിൽ 4 വയസ്സിലാണ്, അതുകൊണ്ട് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാന്നൊക്കെ പറയും. പക്ഷെ അന്നത്തെ പോലത്തെ സിറ്റുവേഷൻ അല്ല ഇപ്പോൾ നമുക്ക് ഉണ്ടാകുന്നത്. ഇപ്പൊ കൂടുതലും കുട്ടികൾക്ക് ഡിജിറ്റൽ യുഗത്തിലേക്ക് മാറി, ഒത്തിരി സ്ക്രീനിലേക്ക് പോയിട്ടുണ്ട്, TV ഉണ്ട്, ഇന്ററാക്ഷൻ വളരെ കുറഞ്ഞു, ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് മാറി. അപ്പൊ അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത് സംസാരം വരുമെന്ന് പറഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്യാൻ പാടില്ല. കാരണം നമ്മുടെ സാമൂഹിക അവസ്ഥ, നമ്മളുടെ ഫാമിലി സിറ്റുവേഷൻ കൂടെ നമ്മൾ നോക്കണം. ചിലപ്പം ഹസ്ബൻഡും വൈഫും 2 പേരും വർക്കിംഗ് ആയിരിക്കും. അപ്പൊ ആ കുട്ടി മാത്രമായിരിക്കും വീട്ടിലുള്ളത്, അവർക്ക് ഇന്ററാക്ട് ചെയ്യാനുള്ള സാഹചര്യം ഇല്ല, അവർക്ക് കിട്ടുന്ന സ്റ്റിമുലേഷൻ വളരെ കുറവായിരിക്കും. അപ്പോൾ അന്നത്തെ ഒരു 30-40 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന പോലെ അല്ല ഇപ്പൊ നടക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ 3 വയസ്സിനകത്ത് തന്നെ സംസാരം ക്ലിയർ ആയിട്ട് വരുന്നില്ലെങ്കിൽ കുട്ടീനെ നമ്മൾ തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണൽസിന്റെ സഹായം തേടണം. പറഞ്ഞ ഈ വിഷയം വളരെ പ്രധാനപ്പെട്ടാണ്, ഞാൻ അതിലേക്ക് വരാം. അതിന് മുമ്പ് മറ്റൊരു കാര്യം, അതായത് ഈ ഓട്ടിസം ബാധിച്ച കുട്ടികൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഈ പെരുമാറ്റ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ ആശയവിനിമയ തടസ്സങ്ങൾ, അതൊക്കെ എങ്ങനെയാണ് ഈ കുട്ടികളിൽ ഉണ്ടാവുന്നത്? ഇവരിലെ പെരുമാറ്റ പ്രശ്നത്തിൽ കൂടുതലായിട്ട് കാണുന്നത് ഇവർക്ക് ടെമ്പർ ടാൻട്രം, ഇവർക്ക് പെട്ടെന്ന് ദേഷ്യം മരിച്ചൊക്കെ വരും. കാരണം ഇവരുടെ സംസാരം പുറകോട്ടാണ്. അപ്പൊ അവർക്ക് എക്സ്പ്രഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ അവർക്ക് ദേഷ്യം കൂടുതലായിരിക്കും. അതായത് 2-3 വാക്കുകൾ ചേർന്ന കാര്യങ്ങൾ, മറ്റുള്ളവരുടെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഡിഫിക്കൽറ്റി ഉള്ളതുകൊണ്ട് അവർക്ക് കുറച്ച് വാശി, ദേഷ്യം കാണാൻ ചാൻസസ് കൂടുതലാണ്. അതോടൊപ്പം തന്നെ ചില കുട്ടികൾക്ക് സെൻസറി ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശരീരത്തിൽ മൾട്ടിപ്പിൾ സെൻസുകളുണ്ട്. നമുക്ക് വിഷൻ ഉണ്ട്, ഹിയറിംഗ് ഉണ്ട്, ടേസ്റ്റ് ഉണ്ട്, സ്മെല്ലുണ്ട്. അതോടൊപ്പം തന്നെയാണ് മൂവ്മെന്റ് സെൻസും ജോയിന്റ് സെൻസും. ഇപ്പൊ ടച്ച് സെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തൊട്ട് നോക്കുന്ന കാര്യങ്ങൾ. നമ്മളിപ്പോ ഉദാഹരണം പറഞ്ഞാൽ ചില കുട്ടികൾ ചില ഭക്ഷണം പദാർത്ഥങ്ങൾ കഴിക്കാനായിട്ട് അവർക്ക് ചോറിലൊക്കെ തൊടാനായിട്ടുള്ള ബുദ്ധിമുട്ട്,
അല്ലെങ്കിൽ അവരുടെ ഫേസിൽ തൊട്ട് കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ അവരുടെ ഹഗ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് മൂവ്മെന്റിനോട് ഒരു ബുദ്ധിമുട്ട്, അതായത് ഊഞ്ഞാല കയറാൻ മടി, അല്ലെങ്കിൽ ചില കുട്ടികൾക്ക് കൂടുതലായിട്ട് മൂവ്മെന്റ് ആവശ്യപ്പെടും. അങ്ങനെ ഹൈപ്പർ ആയിട്ടും ഹൈപ്പർ റെസ്പോൺസീവ് ആയിട്ടിരിക്കുന്ന കുട്ടികളുണ്ട്. അതോടൊപ്പം തന്നെ ചില കുട്ടികൾ അവർക്ക് ചില ടൈപ്പ് ഓഫ് ഡ്രസ്സ് വെയർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, ടെക്സ്ചർ ഡ്രസ്സ്, അതുപോലെ സോക്സ് ഇടാനായിട്ട്. അപ്പൊ അതൊക്കെ അവോയ്ഡ് ചെയ്യും ചില കുട്ടികൾ. അതോടൊപ്പം ചില കുട്ടികൾക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴും മൂവ്മെന്റ് വേണം. അപ്പൊ അവർക്ക് ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ സിറ്റിംഗ് ടോളറൻസ് വളരെ കുറവായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള സിംറ്റംസ് കാണുമ്പോൾ തന്നെ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്തില്ല, ഇവര് സംസാരിക്കുമ്പോൾ നമ്മളോട് ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്തില്ല. അതോടൊപ്പം തന്നെ ഇവർക്ക് സ്റ്റീരിയോ ടൈപ്പിക് ആയിട്ടുള്ള ചില മാനറിസംസ്, ചില ചേഷ്ടകൾ ഉണ്ടാക്കും. കൈ കൊണ്ട് കാണിക്കുന്ന ചില ചേഷ്ടകൾ, അല്ലെങ്കിൽ കണ്ണ് അവർ പ്രത്യേക ആംഗിളിൽ നോക്കുന്നത്, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമുക്ക് പ്രത്യേകമായിട്ട് ഈ ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് കാണാം. പക്ഷെ ഓരോ കുട്ടിയും വ്യത്യസ്തരാണ്. കോമൺ ആയിട്ട് ചില സിംറ്റംസ് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഓരോ ഓട്ടിസ്റ്റിക് കുട്ടികളും യുണീക്ക് ആണ്. അപ്പൊ അവർക്ക് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ചില കുട്ടികൾക്ക് ഞാൻ പറഞ്ഞ പോലെ സെൻസറിയിൽ ചിലത് അവോയ്ഡ് ചെയ്യും, ചിലർക്ക് കൂടുതലായിട്ട് അവർ സീക്ക് ചെയ്യും. അപ്പൊ അത് നമ്മളൊരു പ്രൊഫഷണൽസ് സഹായത്തോടെ മാത്രമേ നമുക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ പേരൻസ് പ്രധാനമായിട്ടും കണ്ടുപിടിക്കേണ്ടത് സോഷ്യലൈസേഷൻ കുറവ്, മറ്റു കുട്ടികളോട് മിങ്കിൾ ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ അമിതമായ വാശി, ദേഷ്യം, അല്ലെങ്കിൽ സംസാരം പുറകോട്ടായി നിൽക്കുന്നത്, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പേരൻസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ച അതിലേക്ക് ഞാൻ വീണ്ടും വരികയാണ്. നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ കൊച്ചുകുട്ടികൾ വളർന്നു വരുന്ന ഒരു രീതി, അതിപ്പോൾ നേരത്തെയൊക്കെ ഇങ്ങനെ കുട്ടികളുമായിട്ട് കളിക്കുക, മണ്ണിൽ കളിക്കുക, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ അതൊന്നുമല്ല. നമുക്കറിയുന്നത് പോലെ തന്നെ ഇപ്പോൾ കളിപ്പാട്ടങ്ങൾ പോലും വേണ്ടാത്ത കുട്ടികളാണ് കൂടുതലുമായിട്ടുള്ളത്. എല്ലാവരും ഈ സോഷ്യൽ മീഡിയ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മൊബൈൽ ഫോൺ, TV, ഇതിലേക്കാണ് കൂടുതലും. മൊബൈൽ ഫോൺ തന്നെയാണ്. അങ്ങനത്തെ ഈ ഒരു കാലഘട്ടത്തിലെ ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ ഈ ഒരു അവസ്ഥ നമ്മൾ കാണുമ്പോൾ അത് ഈ കുട്ടികളുടെ വികാസത്തെയും വൈകാരികമായൊക്കെ സാരമായി തന്നെ ബാധിക്കുന്നുള്ള കാര്യം നമുക്ക് അറിയുന്നതാണ്. ഇപ്പോഴത്തെ ഒരു കാലഘട്ടമാണെന്നൊക്കെ പറയുമ്പോൾ പോലും അതൊക്കെ എങ്ങനെയാണ്, ഏതൊക്കെ രീതിയിലാണ് അത് കുഞ്ഞുങ്ങളുടെ ഒരു വളർച്ചയെ അത് ബാധിക്കുന്നത്? ഇപ്പോഴത്തെ കാലത്ത് ആക്ച്വലി നമുക്ക് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ, TV നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറി. പക്ഷെ അത് കുഞ്ഞുങ്ങൾക്ക് അത് കാണുന്നതിന് കുഴപ്പമില്ല. പക്ഷെ അത് അവന്റെ ഫംഗ്ഷനെ അഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് അവന്റെ ഡെയിലി ഫംഗ്ഷനെ അഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് പ്രോബ്ലം ആണ്. അതായത് കുട്ടി ഇപ്പോൾ ഒരു അരമണിക്കൂർ സമയം TV, ഒരു 3/4 മണിക്കൂർ സമയം TV കാണുന്നതിന് കുഴപ്പമില്ല, അല്ലെങ്കിൽ മൊബൈൽ കാണുന്നതിന് കുഴപ്പമില്ല. പക്ഷെ അത് നമ്മളിപ്പോ അത് പറയുകയാണ്, അവനോട് സ്റ്റോപ്പ് ചെയ്യണം. അല്ലെങ്കിൽ കാരണം വെച്ചാൽ ഇത് ഹൈലി റീഇൻഫോഴ്സിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളിപ്പോ സാധാരണ ഒരു പസിൽസ് ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ പെയിന്റിങ് ചെയ്യുന്ന പോലെയുള്ള ഒരു ആക്ടിവിറ്റി അല്ല TV, മൊബൈൽ കാണുന്നത്. കാരണം TVയിലും മൊബൈലിലും വരുന്ന കാര്യങ്ങൾ വളരെ അട്രാക്റ്റീവ് ആണ്. അതായത് കളർഫുൾ ആണ്, ആനിമേഷൻ ഉണ്ട്, മ്യൂസിക് ഉണ്ട്. അപ്പൊ നമ്മളുടെ കംപ്ലീറ്റ് അറ്റൻഷൻ നമുക്ക് അങ്ങോട്ട് പോകും. അതായത് നമുക്ക് അറ്റൻഷൻ കുറച്ച് കൊടുത്താൽ മതി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് തീർച്ചയായിട്ടും ഒരു പേരന്റ് പറയുകയാണ്, നീ കളറിങ് ചെയ്യണം, അല്ലെങ്കിൽ നീ പസിൽ ചെയ്യണം, അല്ലെങ്കിൽ ലെഗോ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഗോ ഒക്കെ ചെയ്യാനായിട്ട് കുറച്ച് നമ്മുടെ മെന്റൽ എഫോർട്ട് കൂടുതലാണ്. അപ്പോൾ നമ്മുടെ അറ്റൻഷൻ സ്പാൻ കൂടുതൽ കൊടുത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ വരുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അത് പേരൻസ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബാലൻസ്ഡ് ആയിട്ട് അത് ചെയ്യണം. നമ്മൾ മാതാപിതാക്കളും നമ്മുടെ മൊബൈൽ ഫോണിന്റെ ഉപയോഗം, TVയുടെ ഉപയോഗം നമ്മൾ അവരുടെ മുമ്പ് വെച്ച് അവോയ്ഡ് ചെയ്യുക. അവർക്ക് കൊടുക്കുന്നതിന്റെ ടൈം നമുക്ക് ലിമിറ്റ് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ അത് ബാലൻസ് ചെയ്ത് പോകാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഒത്തിരി കേൾക്കുന്ന ഒരു പേരാണ് വെർച്വൽ ഓട്ടിസം. ഒത്തിരി സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്ന ഒരു വാക്കാണ് വെർച്വൽ ഓട്ടിസം. അപ്പൊ വെർച്വൽ ഓട്ടിസം എന്ന് പറഞ്ഞ ഡയഗ്നോസിസ് നമുക്കില്ല. ഇപ്പൊ WHO ചില ഗൈഡ് ലൈൻസ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഒരു വയസ്സ് 2 വയസ്സ് വരെ കുട്ടികളെ സ്ക്രീൻ നമ്മൾ എക്സ്പോസ് ചെയ്യാൻ പാടില്ല. 3 വയസ്സാണെങ്കിൽ ഒരു അരമണിക്കൂർ സമയം TV കാണിക്കാം, അങ്ങനെ ഒരു ഗൈഡ് ലൈൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും പ്രായോഗികമായിട്ട് നമുക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ചില പേരൻസിന് ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷെ നമ്മളത് മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുക. വെർച്വൽ ഓട്ടിസം പോലെയുള്ള ചില കുട്ടികൾക്ക് ഇപ്പം ഓട്ടിസത്തിൻ്റെതായ എല്ലാ സിംറ്റംസും കാണിക്കും, പക്ഷെ അത് ഓട്ടിസം അല്ല. കാരണം ഈ കുട്ടിക്ക് മണിക്കൂറുകളോളം അല്ലെങ്കിൽ ദിവസങ്ങളോളം ഇങ്ങനെയുള്ള എക്സ്പോഷർ ഉണ്ടായോ, ഈ സ്ക്രീനിലുള്ള എക്സ്പോഷർ മൂലം ആ കുട്ടിയുടെ സംസാരം താഴോട്ട് പോവുക, അല്ലെങ്കിൽ സോഷ്യലൈസേഷൻ കുറയുക, അല്ലെങ്കിൽ അവന്റെ ദേഷ്യം, വാശി, അരിശം കാണിക്കുക. അപ്പൊ ഓട്ടിസത്തിന്റെ ചില സിംറ്റംസ് അതിൽ കാണിക്കും. പക്ഷെ അത് പെട്ടെന്ന് നോക്കുമ്പോൾ ചില ആളുകൾ എക്സ്പീരിയൻസ് അല്ലാത്ത ഒരാൾ കാണുവാണെങ്കിൽ അത് ഓട്ടിസം എന്ന് പറയും. പക്ഷെ അത് വെർച്വൽ ഓട്ടിസം കൊണ്ട് ഡയഗ്നോസിസ് നമുക്കില്ല. അപ്പം അഥവാ കുട്ടിക്ക് അത് അവന്റെ സ്റ്റിമുലേഷന്റെ കുറവ് കൊണ്ട്, അല്ലെങ്കിൽ അമിതമായ TV, മൊബൈൽ കാണിച്ചത് കൊണ്ട്, അല്ലെങ്കിൽ സ്ക്രീനിന്റെ ഉപയോഗം കൊണ്ട് വന്നേക്കുന്ന ഒരു ഡിലേ ആണെന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കുമ്പോൾ ആ കുട്ടിക്ക് അത് കൂടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അപ്പൊ നന്നായിട്ട് അവന്റെ കമ്മ്യൂണിക്കേഷനും അവന്റെ സോഷ്യലൈസേഷൻ ഇമ്പ്രൂവ് ആകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഓട്ടിസം അല്ല. പക്ഷെ വെർച്വൽ ഓട്ടിസം നമുക്കൊരു ടേം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ട്രെൻഡിങ് ആയി മാറിയിരിക്കുകയാണ്. പക്ഷെ അത് വെർച്വൽ ഓട്ടിസം നമുക്ക് വിളിക്കാം. പക്ഷെ എന്നാലും നമ്മളത് വെർച്വൽ ഓട്ടിസവും ശരിയായിട്ടുള്ള ഓട്ടിസം തമ്മിലൊരു ഒരു ഡിഫറൻസിയേഷൻ കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ശരിയായ കറക്റ്റ് ആയിട്ടുള്ള ഓട്ടിസം ഡയഗ്നോസ് ചെയ്ത പേരൻസും ചിലപ്പോൾ അത് വെർച്വൽ ഓട്ടിസം ആണ് എന്റെ കുട്ടിക്ക് എന്ന് പറഞ്ഞ്, കാരണം ഒരു അക്സെപ്റ്റൻസിന്റെ കുറവ് ഇപ്പോൾ കാണുന്നുണ്ട്.
അപ്പൊ ചില പേരൻസ് പറഞ്ഞു അത് ഞാൻ സോഷ്യൽ മീഡിയകൾക്കിടെ കണ്ടപ്പോൾ ആ സിംറ്റംസ് എല്ലാം നോക്കുമ്പോൾ വെർച്വൽ ഓട്ടിസം പോലെ ആയിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഒരു അക്സെപ്റ്റൻസ് കാണിക്കാതെ പല പേരൻസ് ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതൊരു കൃത്യമായിട്ടുള്ള ഡയഗ്നോസിസ് കൊടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കത് അറിയാൻ പറ്റൂ. ഡോക്ടർ ഇപ്പോൾ അവസാനം പറഞ്ഞു നിർത്തിയെന്ന് ഞാൻ തുടങ്ങുകയാണ്. അത് ഈ പറഞ്ഞതുപോലെ അതൊരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു പോരായ്മയുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് എന്ന് ആർക്കും കേൾക്കാൻ താല്പര്യമില്ലാത്തൊരു കാര്യം തന്നെയാണ്. അപ്പോൾ പ്രത്യേകിച്ചും ഇങ്ങനത്തെ ഈ ഓട്ടിസം പോലെയുള്ള ഈ ഒരു രോഗാവസ്ഥയിലുള്ള കുഞ്ഞുങ്ങളെ വളരെ നേരത്തെ തന്നെ കണ്ടുപിടിച്ചത് കൃത്യമായി തന്നെ അത് ഡയഗ്നോസ് ചെയ്യുക എന്ന് പറയുന്നത് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. അപ്പോൾ അത് എത്രത്തോളം അത് ആദ്യം തന്നെ അത് അക്സെപ്റ്റ് ചെയ്യുക, ഈ പറഞ്ഞ പോലെ പേരൻസ് ആണല്ലോ ഇത് ആദ്യം അക്സെപ്റ്റ് ചെയ്യുകയും അവരെ കുഞ്ഞുങ്ങളെ ഒരു ഡോക്ടറിൻ്റെ അടുത്തേക്ക് ഒക്കെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് ആദ്യം പേരൻസ് തന്നെ ഇത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണല്ലേ. അത് കഴിഞ്ഞതിന് ശേഷം അത് എത്രയും വേഗം തന്നെ അതിലേക്ക് ഒരു ചികിത്സ പോലെയൊക്കെ തുടങ്ങുകയാണെങ്കിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലേ? തീർച്ചയായിട്ടും. അതായത് പേരൻസിന്റെ സ്വാഭാവികമായിട്ട് ഒരു കുട്ടിയുടെ കുറവിനെ പറ്റി പറയുമ്പോൾ ആർക്കും കേൾക്കാൻ താല്പര്യം ഉണ്ടാകത്തില്ല. പക്ഷെ നമ്മൾ നേരത്തെ കൊണ്ടുവരാൻ പറയുന്നതിന്റെ റീസൺ ഈസ് ഏർലി ഇന്റർവെൻഷൻ. നേരത്തെ, കാരണം ഈ കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് നടക്കുന്ന സമയമാണ് ഒരു 3 വയസ്സിനകത്ത്. ഒരു ഏർലി ഇന്റർവെൻഷൻ പീരീഡ് നമുക്ക് കിട്ടുവാണെങ്കിൽ നമ്മുടെ മോൾഡിംഗ് പീരീഡ് നമുക്ക് ഒത്തിരി മോൾഡ് ചെയ്യാൻ പറ്റും. നമുക്കൊരു എന്താ പറയുക, ഒരു ക്ലേ മോൾഡിംഗ് ചെയ്യുന്ന പോലെ തന്നെ ബ്രെയിനിലെ ന്യൂറോണൽ പ്ലാസ്റ്റിസിറ്റി കൂടുതൽ നടക്കുന്ന സമയമാണ്, പുതിയ പുതിയ ന്യൂറോൺസ് ഉണ്ടാകുന്ന സമയമാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ കൊണ്ടുവരാൻ പറ്റുന്നത്. അപ്പൊ നമ്മളിപ്പോ സാധാരണ ഞാനൊരു പേരന്റിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ആ കുട്ടിയുടെ മുമ്പ് വെച്ചാൽ ആ കുട്ടിയുടെ വീക്ക്നെസ് ഞാൻ ചോദിക്കത്തില്ല. അതായത് ആ കുട്ടിക്ക് എന്താണ് പ്രോബ്ലം എന്ന് ഞാൻ ചോദിക്കത്തില്ല. അപ്പോൾ നമ്മൾ പേരന്റിനോട് ആദ്യം ചോദിക്കുന്നത് നമ്മൾ ആ കുട്ടിയുടെ കഴിവുകൾ എന്താണ്, ആ കുട്ടിക്ക് എന്തൊക്കെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ആ കുട്ടിയെ നമ്മളൊരു കൺസൾട്ടേഷൻ കൊണ്ടുവരുമ്പോൾ ആ കുട്ടിക്ക് നമ്മളോട് കോൺഫിഡൻസ് ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെ ഒരു പ്രൊഫഷണലെ കാണാൻ വരുമ്പോൾ അവനൊരു താല്പര്യം ഉണ്ടാവും. അതുപോലെ ആ കുട്ടിയെ പറ്റി നമ്മൾ മറ്റുള്ളവർ മുമ്പ് വെച്ച് പറയാൻ പാടില്ല, അവന്റെ കുറവുകളുണ്ട്, അല്ലെങ്കിൽ അവൻ സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ അവൻ ഇന്ററാക്ട് ചെയ്തില്ല, അങ്ങനെ കാര്യങ്ങൾ പേരന്റ് സംസാരിക്കാൻ പാടില്ല. പക്ഷെ എത്ര നേരത്തെ അക്സെപ്റ്റ് ചെയ്യോ ഒരു പേരന്റ് ആ കുട്ടിയുടെ അവസ്ഥയെ മനസ്സിലാക്കുകയാണെങ്കിൽ 50% പ്രോബ്ലം അവിടെ തന്നെ കഴിഞ്ഞു. അവർക്കത് ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ പേരൻസിനോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ പേരൻസ് പറഞ്ഞാൽ ഫാദറും മദറും ഇതിനകത്ത് ഇൻവോൾവ് ആണ്. അതോടൊപ്പം തന്നെ ജോയിന്റ് ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ജോയിന്റ് ഫാമിലിയില് ഗ്രാൻഡ് പേരൻസും ഇതിനകത്ത് ഇൻവോൾവ് ആയിരിക്കും. അപ്പൊ ചിലപ്പോ അച്ഛന് താല്പര്യം കാണത്തില്ല, അമ്മയ്ക്കായിരിക്കും താല്പര്യം. കാരണം അച്ഛൻ ആ കുട്ടീനെ വാച്ച് ചെയ്യുന്നത് വളരെ കുറച്ച് സമയമായിരിക്കും, അമ്മയായിരിക്കും കൂടുതൽ സമയം കുട്ടിയെ നോക്കുന്നത്. അപ്പോൾ അമ്മയ്ക്കായിരിക്കും താല്പര്യം കൂടുതൽ കാണിക്കുന്ന കുട്ടിയെ തെറപ്പി കൊണ്ടുപോകാനായിട്ട് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് കൊണ്ടുപോകാനായിട്ട്. അപ്പൊ അതിനകത്ത് രണ്ടുപേരും തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിലേ ഉള്ളൂ ആ കുട്ടിക്ക് ശരിയായിട്ടുള്ള ട്രീറ്റ്മെന്റ് എഫക്റ്റീവ് ആയിട്ട് നടക്കുള്ളൂ. കാരണം ഒരു തെറാപ്പി സെന്ററിലോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ അടുത്ത് പോകുമ്പോൾ അവർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ഈ പേരൻസ് രണ്ടുപേരും കൂടെ ഇരുന്ന് ചെയ്തെങ്കിലേ ഉള്ളൂ നമുക്കിത് ഇമ്പ്രൂവ്മെന്റ് കാണിക്കാൻ പറ്റുന്നത്. ഇതൊരു ടീം വർക്കാണ്. അതോടൊപ്പം തന്നെ ഗ്രാൻഡ് പേരൻസ്, ഇപ്പൊ ഗ്രാൻഡ് പേരൻസ് ഇപ്പൊ നമുക്കറിയാമല്ലോ, ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു കുട്ടിയായിരിക്കും ചിലപ്പോൾ ഉള്ളത് ആ വീട്ടില്. അപ്പൊ ഗ്രാൻഡ് പേരൻസ് എന്താ ചെയ്യുക, കുട്ടീനെ ഒത്തിരി ഓവർ പ്രൊട്ടക്ട് ചെയ്യാനും പാമ്പർ ചെയ്യാനുള്ളൊരു അവർ ചെയ്യുന്ന ഗ്രാൻഡ് പേരന്റിങ് ആണ്. അപ്പോൾ അവർ നോക്കുമ്പോൾ ആ കുട്ടിക്ക് എന്തിനാണ് ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ടോ, ഇത് മാറത്തില്ലേ കുറച്ച് കഴിയുമ്പോൾ എന്നൊരു ചിന്തയുണ്ടോ. അപ്പൊ ഒരു ടീം വർക്കായിട്ട് പോയി കഴിഞ്ഞാൽ, എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, സൊസൈറ്റിയിൽ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോബ്ലം ഇല്ല. അപ്പൊ അവന്റെ പോകുന്ന സ്കൂള്, അവന്റെ റിലേറ്റീവ്സ് എല്ലാവരും അവനെ ഒരു എമ്പതിയോടെ കാണുക, ഒരു സിമ്പതിയുടെ ആവശ്യമില്ല. അവനെ നമുക്ക് മറ്റുള്ള കുട്ടികളെ പോലെ തന്നെ നോക്കുക, അവനെ കൊടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക. പക്ഷെ അവന് ട്രെയിനിങ് കുറച്ച് വ്യത്യസ്തമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവൻ മനസ്സിലാക്കുന്നത് കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് മനസ്സിലാക്കുന്നത്. അവന് വേണ്ടിയിട്ട് നമ്മൾ മാറുവാണെങ്കിൽ കുറെ കൂടെ ചേഞ്ചസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ആ കുട്ടിയെ നമുക്ക് മുഖ്യധാരയിലേക്ക് അവനെ കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ ഡോക്ടർ, ഈ ഓട്ടിസം ബാധിച്ച എല്ലാ കുട്ടികളും ഒരുപോലെയാണോ? അല്ലല്ല. അതായത് ഓട്ടിസത്തിൽ നമുക്ക് മൈൽഡ്, മോഡറേറ്റ്, സിവിയർ അങ്ങനെ കേസസ് ഉണ്ട്. അതുപോലെ തന്നെ ചില കുട്ടികൾക്ക് അപസ്മാരമുള്ള കുട്ടികളുണ്ട്, ഫിറ്റ്സ് വരുന്ന കുട്ടികളുണ്ട്. ചില കുട്ടികൾക്ക് ബുദ്ധിമാന്ദ്യം, അവർക്ക് IQ കുറവുള്ള കുട്ടികളുണ്ട്. അപ്പൊ അത് നമ്മൾ ഡയഗ്നോസ് ചെയ്യുമ്പോൾ സൈക്കോളജിസ്റ്റ് കുട്ടിയുടെ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കും. അപ്പൊ മൈൽഡ്, മോഡറേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആ കുട്ടിയെ നമുക്ക് മെയിൻ സ്ട്രീം ചെയ്ത് ഒരു റെഗുലർ സ്കൂളിൽ തന്നെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. അതായത് അവന്റെ ഒരു ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം കൊടുത്ത് അവനെ കൊണ്ടുപോകും. അപ്പം ഈ ഒരു സിവിയർ ഡിപ്പെൻസ് അപ്പോൺ ദ സിവിയറിറ്റി കുട്ടികളിൽ മാറ്റം ഉണ്ടാവും. പിന്നെ സീഷർ ഡിസോർഡർ, അതായത് അപസ്മാരം അല്ലെങ്കിൽ ഫിറ്റ്സ് പോലുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ന്യൂറോളജിസ്റ്റിന്റെ സഹായത്തോടു കൂടി മരുന്ന് കഴിക്കേണ്ടി വരും. പിന്നെ ചില കുട്ടികൾക്ക് അമിതമായ ഹൈപ്പർ ആക്ടിവിറ്റി, അതായത് അവർക്ക് ഡിസ്ട്രക്റ്റീവ് ബിഹേവിയർ ഉണ്ടാവും. അതായത് സ്വയം കടിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുക, അങ്ങനെ അക്രമാസക്തമുള്ള കുട്ടികളുണ്ടാവും. അപ്പൊ അവർക്ക് നമുക്ക് ചൈൽഡ് സൈക്കാട്രിസ്റ്റിന്റെ ഗൈഡൻസോട് കൂടി മരുന്ന് കൊടുക്കേണ്ടി വരും ആ കുട്ടികൾക്ക്. ഇപ്പോൾ ഈ ഓട്ടിസം ബാധിച്ച കുട്ടികളിൽ എന്തെങ്കിലും ഭക്ഷണ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? കാരണം ഈ ചോക്ലേറ്റ് അധികം കൊടുക്കരുത് അല്ലെങ്കിൽ അധികം മധുരം കൊടുക്കരുത് അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അതിലെന്തെങ്കിലും കാര്യമുണ്ടോ? അപ്പോൾ ഏതൊക്കെ രീതിയിലുള്ളൊരു ഭക്ഷണത്തിലൊരു ക്രമീകരണം അതൊക്കെ വേണ്ടതാണോ?
ഓട്ടിസത്തിന് ആക്ച്വലി ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു ഭക്ഷണവുമായിട്ട് ഒരു കണക്ഷൻ ഇതുവരെ ഒരു പ്രൂവ് ചെയ്തിട്ടില്ല. പക്ഷെ ജനറലി നമ്മൾ നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്ന ചില ഭക്ഷണങ്ങളുണ്ട്. അതായത് ഇപ്പോൾ വൈകുന്നേര സമയങ്ങളിൽ കുട്ടികൾക്ക് പ്രിസർവേറ്റീവ് അടങ്ങിയ അതായത് നമ്മുടെ പാനീയങ്ങൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ ചോക്ലേറ്റ് കൊടുക്കുന്നത് ഒക്കെ അവോയ്ഡ് ചെയ്യാം. മധുര പദാർത്ഥങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷെ നമ്മളിപ്പോൾ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് പോയി ഒരു ചോക്ലേറ്റ് ഒരു കേക്ക് കഴിച്ചു, അല്ലെങ്കിൽ ഒരു ആഴ്ചയിൽ ഒരു ദിവസം ഒന്നോ രണ്ടോ ഒരു ചോക്ലേറ്റ് കഴിച്ചു എന്ന് പറഞ്ഞാൽ പ്രോബ്ലം ഒന്നുമില്ല. പക്ഷെ അത് ചില കുട്ടികൾക്ക് അലർജി ഉണ്ടാവും ചില ഭക്ഷണ പദാർത്ഥങ്ങളോട്. അങ്ങനെ അലർജി ഉണ്ടെങ്കിൽ അവർക്ക് അലർജി ടെസ്റ്റ് ചെയ്ത ശേഷം ഒരു ഡയറ്റീഷ്യന്റെ അല്ലെങ്കിൽ ന്യൂട്രീഷനിസ്റ്റിന്റെ സഹായത്തോടും അവരുടെ ഫാമിലി പീഡിയാട്രിഷ്യന്റെ സഹായത്തോടു കൂടി അവർക്ക് ആ ഒരു ഡയറ്റ് മോഡിഫിക്കേഷൻ ചെയ്യാവുന്നതാണ്. പക്ഷെ അല്ലാതെ നമ്മൾ ഈ ഇന്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് ചില ടൈപ്പ് ഓഫ് ഡയറ്റിനെ പറ്റി ഡിസ്കഷൻ പറയാൻ നടക്കുന്നുണ്ട്. അപ്പൊ അവര് പറയും ഇങ്ങനെയുള്ള ഡയറ്റുകൾ അവോയ്ഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഓൺലൈൻ വഴി കണ്ടിട്ട് ചില പേരൻസ് പോകുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ചിലര് ചോക്ലേറ്റ് കൊടുക്കത്തില്ല, ചപ്പാത്തി കൊടുക്കത്തില്ല, വീറ്റ് പ്രോഡക്ട്സ് കൊടുക്കത്തില്ല, അങ്ങനെ റെസ്ട്രിക്ട് ചെയ്യുന്ന പേരൻസ് ഞാൻ കാണുന്നുണ്ട്. പക്ഷെ അത് അവർക്കൊരു പ്രഷർ ഉണ്ടാക്കുന്നു. അതായത് നമുക്കറിയാം, നമുക്കിപ്പോ ഗോതമ്പ് എന്ന് പറയുന്ന സംഭവം നമ്മൾ മൈദ ഗോതമ്പൊക്കെ അടങ്ങിയ സാധനങ്ങൾ നമ്മൾ കഴിക്കുന്നതാണ്. അപ്പം വല്ലപ്പോഴും ഒരു കഴിക്കുന്നത് കുഴപ്പമില്ല. പക്ഷെ ഒരു വീട്ടില് ചപ്പാത്തി ഉണ്ടാക്കുന്നു, ആ കുട്ടിക്ക് മാത്രം കൊടുക്കുന്നില്ല, ബാക്കി എല്ലാവരും കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ചൊരു ഹോംവർക്ക് ചെയ്യുവാണെങ്കിൽ കുഴപ്പമില്ല, നമ്മളതിന് സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാകുവാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അതൊരു സോഷ്യൽ പ്രഷർ അല്ലെ, ആ കുട്ടിക്ക് ഒരു പിയർ പ്രഷർ ഉണ്ടാക്കാൻ പാടില്ല. കാരണം ആ കുട്ടീനെ കൊണ്ട് ബർത്ത്ഡേ പാർട്ടിക്ക് പോകുന്നു, അല്ലെങ്കിൽ ഒരു ഫാമിലി ഔട്ടിങ്ങിന് പോകുമ്പോൾ മറ്റു കുട്ടികളെല്ലാവരും ചില കാര്യങ്ങൾ കഴിക്കുന്നു, അപ്പൊ അവനത് കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. അപ്പൊ നമ്മളത് ഒരു സിറ്റുവേഷൻ നോക്കിയിട്ട് നമ്മൾ ചെയ്യുക. അല്ലാണ്ട് അങ്ങനെ ഫുഡ് റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞൊരു ഒരു കുട്ടിക്ക് എല്ലാ ഓട്ടിസം കുട്ടികൾക്കും ഇന്ന ഭക്ഷണം കഴിക്കാൻ പാടില്ലെന്ന് അങ്ങനെ ഒരു റിസർച്ച് ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ ചില കുട്ടികൾക്ക് അലർജി ഉണ്ട്. അപ്പൊ അത് ടെസ്റ്റ് ചെയ്തതിനു ശേഷം മാത്രം സയന്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ട് അതിൽ ഫോളോ ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ലതായിരിക്കും. ഇപ്പൊ ഈ ഓട്ടിസം കണ്ടെത്തി കഴിഞ്ഞാൽ അതിന്റെ ഒരു ചികിത്സാ രീതികൾ എങ്ങനെയാ തുടങ്ങുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓട്ടിസത്തില് മൈൽഡ്, മോഡറേറ്റ്, സിവിയർ കേസ് ഉണ്ട്. അതിൽ ചില കുട്ടികളിൽ ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികളുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഫിറ്റ്സ് വരുന്ന കുട്ടികളുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഒരു സൈക്കാട്രിസ്റ്റിന്റെ അല്ലെങ്കിൽ പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റിന്റെ ഗൈഡൻസിൽ മെഡിക്കേഷൻ ആവശ്യമാണെങ്കിൽ അവർക്ക് മെഡിസിൻ കൊടുക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആ കുട്ടിയുടെ ബുദ്ധിപരമായ കഴിവ് എന്തുമാത്രം ഉണ്ട്, അതായത് ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ കുട്ടിയുടെ കുറവിനെ മാത്രമല്ല നമ്മൾ നോക്കുന്നത്, കുട്ടിയുടെ കഴിവിനെ കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ കുട്ടിയുടെ സിവിയോറിറ്റി എന്തെങ്കിലും ഉണ്ടെന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ഓക്യുപേഷൻ തെറാപ്പിസ്റ്റ്. അപ്പോൾ ഓക്യുപേഷൻ തെറാപ്പിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ ആൾക്കാർക്ക് ഇതിനെപ്പറ്റി അവയർനെസ് ഇല്ല. ഓക്യുപേഷൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ ഓക്യുപേഷൻ, അതായത് ആ കുട്ടിയുടെ ഒരു 3 വയസ്സുള്ള കുട്ടിയുടെ ഓക്യുപേഷൻ എന്ന് പറഞ്ഞാൽ മറ്റു കുട്ടികളോട് ചേർന്ന് കളിക്കുക, അതാണ് മെയിൻ ഓക്യുപേഷൻ. നമ്മൾ ഓട്ടിസം ഒരു അവസ്ഥ എടുത്തു കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് മെയിൻ ആയിട്ട് കാണുന്നത് ചേർന്ന് കളിക്കത്തില്ല, അവരൊരു സെപ്പറേറ്റ് ഒരു ലോകത്തായിരിക്കും, അവർ തന്നെ ഇരുന്നായിരിക്കും കളിക്കുന്നത്. അപ്പൊ അവരുടെ കളികൾ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് ഓക്യുപേഷൻ തെറാപ്പി കൊടുക്കും. അതോടൊപ്പം തന്നെ ബ്രഷ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഡ്രസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അവരുടെ ആക്ടിവിറ്റി ഓഫ് ഡെയിലി ലിവിങ് ചെയ്യാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ ഓക്യുപേഷൻ തെറാപ്പി. അതുപോലെ തന്നെ സെൻസറി ഡെവലപ്മെന്റിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, സെൻസറി പ്രോസസിങ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഓക്യുപേഷൻ തെറാപ്പിസ്റ്റ് ആണ് അവരെ ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ ഇപ്പം തന്നെ സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് എന്ന് പറയും. അപ്പൊ അവരുടെ ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്പീച്ച് തെറാപ്പിസ്റ്റ് ആണ് അവരെ സഹായിക്കുന്നത്. അതോടൊപ്പം തന്നെ ബിഹേവിയർ തെറപ്പിസ്റ്റ്, കുട്ടിയുടെ പെരുമാറ്റത്തിലുള്ള കാര്യങ്ങൾ ABA തെറപ്പി അല്ലെങ്കിൽ ബിഹേവിയർ തെറപ്പിസ്റ്റ് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ നമുക്ക് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ, ഒരു 5-6 വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അക്കാഡമിക് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യണം. അപ്പൊ അവന്റെ ഒരു ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം. അപ്പൊ ആ കുട്ടി ഇപ്പോൾ ഒരു 1ാം ക്ലാസ്സിലാണ് പഠിക്കുന്നെങ്കിൽ ആ കുട്ടി മറ്റ് 30 കുട്ടികളെ പോലെ ആയിരിക്കത്തില്ല അവൻ പഠിക്കുന്നത്. അപ്പൊ അവന്റെ സിലബസ്, അവന്റെ കരിക്കുലം ഒന്ന് പഠിക്കാനുള്ള കാര്യങ്ങൾ ഒരു ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള ഒരു ടൈലർ മെയ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആക്കി അവന്റെ ലേണിംഗ് സ്റ്റൈലിനനുസരിച്ചുള്ള ഒരു ലേണിംഗ് പ്രോഗ്രാമാണ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ അത് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഓട്ടിസത്തിൽ തന്നെ BEd പഠിച്ച ആളുകളാണ് അത് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു ടീം ഓഫ് പ്രൊഫഷണൽസിന്റെ സഹായത്തോടു കൂടി ഒരു മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു അപ്രോച്ചിൽ പോവുകയാണെങ്കിൽ, എല്ലാം ഒരു കുടക്കീഴിലുള്ള ഒരു സ്ഥാപനത്തിൽ പോവുകയാണെങ്കിൽ പേരൻസിന് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. കാരണം ഇവർ തമ്മിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ വേണം. കാരണം ഈ സ്പീച്ച് തെറാപ്പിസ്റ്റും ഓക്യുപേഷൻ തെറാപ്പിസ്റ്റും സൈക്കോളജിസ്റ്റും ഇവരൊക്കെ എടുക്കുന്ന ഗോൾസ്, കുട്ടിക്ക് എടുത്തേക്കുന്ന ഒരു സ്മാർട്ട് ഗോൾ ഉണ്ടാവും. ആ സ്മാർട്ട് ഗോൾ തമ്മിൽ ഓവർലാപ്പ് വരാൻ പാടില്ല. തന്നെ ആ കുട്ടിക്കും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം. പിന്നെ ഈ തെറാപ്പി സെഷനിൽ എടുക്കുമ്പോൾ ഇവരുടെ മാതാപിതാക്കളോട് കൂടി ഇരുന്നോണ്ട് വേണം ചെയ്യാനായിട്ട്. അതായത് മാതാപിതാക്കൾ ജസ്റ്റ് ഒരു കാഴ്ചക്കാരാകാതെ ആ കുട്ടിയുടെ തെറാപ്പി സെഷനിൽ ഇവരോട് പങ്കാളിത്തം തീർച്ചയായിട്ടും ഉറപ്പുവരുത്തണം പ്രൊഫഷണൽസ്. മാതാപിതാക്കൾ പ്രത്യേകം നോക്കണം. അതുപോലെ തന്നെ ഇവരെല്ലാം ഈ പ്രൊഫഷണൽസ് എല്ലാവരും തന്നെ കുട്ടിയുടെ ആദ്യം കാണുമ്പോൾ ഒരു അസസ്മെന്റ് ചെയ്യും. ആ അസസ്മെന്റ് ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ് ആയിരിക്കും. ആ കുട്ടിയുടെ അറ്റൻഷൻ എത്രയുണ്ട്, അവന്റെ സിറ്റിംഗ് ടോളറൻസ് എത്രയുണ്ട്, അവന്റെ IQ എത്രയുണ്ട്, അവന്റെ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് എത്ര ലെവലിലാണ് നിൽക്കുന്നത്, ഇതെല്ലാം നമുക്ക് ഇവാലുവേറ്റ് ചെയ്ത ശേഷം
അതനുസരിച്ച് ആ പേരന്റുമായിട്ടൊരു മീറ്റിംഗ് വെച്ചിട്ട് വേണം തെറപ്പി കൊടുക്കാനായിട്ട്. അപ്പൊ അത് പീരിയോഡിക്കൽ ആയിട്ടുള്ള റീ അസസ്മെന്റ് ചെയ്ത് ആ ഗോൾസ് ഇമ്പ്രൂവ് ആവുന്നുണ്ടോ. അപ്പൊ നമ്മൾ തെറപ്പി സെഷനിൽ പോകുമ്പോൾ ആ പേരന്റോട് കൂടെ ഇരുന്ന് കാണുകയാണ്. അപ്പോൾ ചില ഗോൾസ്, ചില സ്കിൽസ് ഒക്കെ ആ കുട്ടി ആ തെറപ്പി സെഷനിൽ തെറപ്പിസ്റ്റ് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ ചെയ്തിരിക്കാം. പക്ഷെ അത് വീട്ടിലും സ്കൂളിലും കൂടി ചെയ്യുമ്പോഴാണ് നമ്മൾ ജനറലൈസ് ചെയ്യുന്ന പറയുന്നത്. അപ്പൊ അത് ജനറലൈസ് ആവുന്നുണ്ടോ എന്ന് നമ്മൾ പേരൻസ് നോക്കണം. നോക്കിയ ശേഷം അവരുടെ നോക്കുന്ന പ്രൊഫഷണൽസുമായിട്ട് ചർച്ച ചെയ്ത് അവരുമായിട്ട് ധാരണ എത്തിയ ശേഷം എല്ലാ പ്രൊഫഷണൽസുമായിട്ടും നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് അത് കൊണ്ടുപോകാൻ പറ്റും നമുക്കത്. അതാണ് ഈ പറഞ്ഞതുപോലെ ഈ ചികിത്സയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ തെറാപ്പി തന്നെയാണ് ഡോക്ടർ പറഞ്ഞല്ലോ. അപ്പോൾ ഈ തെറാപ്പി സെന്ററുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഉള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണമല്ലോ. ഇപ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞതുപോലെ അത് കൃത്യമായി തന്നെ മാതാപിതാക്കൾക്ക് ഉൾപ്പെടെ കണ്ട് അത് മനസ്സിലാക്കി, അല്ലെങ്കിൽ അവർക്ക് വീട്ടിൽ പോയിട്ടും അത് ചെയ്യാനുള്ള തരത്തിലുള്ള രീതി തന്നെ വേണം തെറാപ്പിയിൽ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ സെന്റർ സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? പ്രധാനമായിട്ടും നോക്കുന്നത് സെന്ററിൽ വർക്ക് ചെയ്യുന്ന തെറപ്പിസ്റ്റ് ക്വാളിഫൈഡ് ആണോ നമ്മൾ നോക്കണം. കാരണം നമ്മുടെ അറിയാലോ, ഇതിനകത്തൊരു ഒത്തിരി ഈ പേരൻസ് ഇങ്ങനെയുള്ള കുട്ടികളുടെ പ്രോബ്ലം വരുമ്പോൾ പല സ്ഥലങ്ങളിൽ പോകുന്നുണ്ടെങ്കിലും ഇവർ മറ്റു ആൾക്കാരോട് പറയാൻ താല്പര്യപ്പെടത്തില്ല. കാരണം ഒരു സ്റ്റിഗ്മ ഉള്ളതുകൊണ്ട്. അപ്പം പല പേരൻസിനെ ഇത് ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. അതായത് പല സ്ഥലങ്ങളിലും ഇത് ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്റർനെറ്റ് വഴിയും ഓൺലൈൻ വഴിയൊക്കെ പരസ്യങ്ങൾ കൊടുക്കുമെങ്കിലും അവരുടെ വർക്ക് ചെയ്യുന്ന ഓരോ പ്രൊഫഷണൽസും ലൈസൻസ്ഡ് ആണോ, ക്വാളിഫൈഡ് ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. ഉദാഹരണം പറഞ്ഞാൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ എന്ന് പറഞ്ഞാൽ റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു ഒരു കൗൺസിലുണ്ട്. അപ്പൊ അതിൽ രജിസ്റ്റേർഡ് ആണോ, അല്ലെങ്കിൽ ഒരു BEd ഒരു ക്വാളിഫിക്കേഷൻ ഓട്ടിസത്തിൽ പഠിച്ചിട്ടുള്ള ഒരാളാണോ, അതുപോലെ സ്പീച്ച് തെറപ്പിസ്റ്റ്, ഒക്യുപേഷൻ തെറപ്പിസ്റ്റ്, ഇവരൊക്കെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണോ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണോ എന്നുള്ളത് നമ്മൾ പേരൻസ് പ്രത്യേകം ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ ഈ പേരൻസ് പോകുമ്പോൾ ഇവർക്കൊരു അസസ്മെന്റ് റിപ്പോർട്ട്, ഈ കുട്ടിയെ പറ്റി അവന്റെ കഴിവുകൾ എന്തൊക്കെയാണ്, അവനെ ഇപ്പം പ്രസന്റ്ലി എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്, എന്തൊക്കെയാണ് അവനെ കൊണ്ട് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നത്. കാരണം ചില പേരൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്നത് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ആ കുട്ടി ഒരു ബിഹേവിയർ ലേൺ ചെയ്യും. ഉദാഹരണം പറഞ്ഞാൽ ആ കുട്ടിക്ക് തന്നെ ഭക്ഷണം കഴിക്കാനുള്ള കഴിവുണ്ടാവും, അല്ലെങ്കിൽ തന്നെ ബ്രഷ് ചെയ്യാനുള്ള കഴിവുണ്ടാവും. പക്ഷെ പേരൻസിന്റെ സമയക്കുറവ് മൂലവും ക്ഷമ കുറവുള്ളതുകൊണ്ടും ഈ ചിലപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ കോംപ്രമൈസ് ചെയ്ത് ആ കുട്ടീനെ ചെയ്യിപ്പിക്കാതെ അവർ തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ടാവും. അപ്പൊ ഇതൊക്കെ ഈ തെറപ്പിസ്റ്റ് തിരിച്ചറിഞ്ഞ ശേഷം ഇവർ ട്രെയിൻ ചെയ്യും. അപ്പം ഇതെല്ലാം ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു തെറപ്പിസ്റ്റിനെ കൊണ്ടേ ഉള്ളൂ, എക്സ്പീരിയൻസ് ഉള്ള ആളിനെ കൊണ്ടേ ഉള്ളൂ ഈ കുട്ടിയുടെ ലെവൽ കണ്ടുപിടിക്കാനും അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഗോൾ സെറ്റ് ചെയ്ത് ഈ പേരന്റിനെ ട്രെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഈ പറഞ്ഞ എല്ലാ പ്രൊഫഷണൽസും ഒരു കുടക്കീഴിലുള്ള ഒരു സ്ഥാപനമാണെങ്കിൽ ഈ പേരൻസ് നല്ലതായിരിക്കും. കാരണം ഒരു സ്പീച്ച് തെറപ്പിക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് പോകുന്നു, അല്ലെ ഒക്യുപേഷൻ തെറപ്പിസ്റ്റ് വേറെ സ്ഥലത്ത് പോകുന്നു, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർ ഈ പ്രൊഫഷണൽസ് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകത്തില്ല. അപ്പൊ എല്ലാം ഒരു കുടക്കീഴിലുണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഈ ഓട്ടിസം പോലുള്ള ഈ ന്യൂറോ ഡെവലപ്മെന്റൽ അവസ്ഥകൾക്ക് സ്റ്റെം സെൽ ചികിത്സ നിലവിലുണ്ടോ? അങ്ങനെയാണെങ്കിൽ തന്നെ അത് എന്താണ് അത്തരം ചികിത്സകൾ? സ്റ്റെം സെൽ തെറപ്പി എന്ന് പറയുന്ന സംഭവം നമ്മൾ ആക്ച്വലി വേറെ പല അസുഖങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഓട്ടിസത്തിന് ഇന്ന് വരെ സ്റ്റെം സെൽ തെറപ്പി കൊണ്ട് പ്രയോജനം ഉണ്ടാകുന്ന പ്രൂവ് ചെയ്തിട്ടില്ല. കാരണം അതിന് സയന്റിഫിക് സ്റ്റഡീസ് ഇല്ല. കാരണം ഒത്തിരി മാർക്കറ്റ് ചെയ്ത് കുറെ ആളുകൾ അങ്ങനെ അതിൽ പറ്റിക്കപ്പെടുന്നുണ്ട്. ഈ ഇടയ്ക്ക് നമുക്കറിയാം സുപ്രീം കോടതി തന്നെ അതിനെ ബാൻ ചെയ്തിട്ടുണ്ട്. പല പ്രാവശ്യം അത് ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് എടുത്തെങ്കിലും വേറെ രീതിയിൽ അവർ വേറെ പേരൊക്കെ മാറ്റി അവർ പിന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ സുപ്രീം കോടതി കഴിഞ്ഞ മാസം അതിനൊരു വിധി വന്നു. സ്റ്റെം സെൽ തെറപ്പി ഓട്ടിസം ഉള്ള അവസ്ഥയ്ക്ക് ഉപയോഗിക്കാൻ പാടില്ലെന്നുള്ള നിയമം വരെ സുപ്രീം കോടതി അതിനൊരു ജഡ്ജ്മെന്റ് തന്നെ പാസ്സാക്കിയിട്ടുണ്ട്. അപ്പം എനിക്ക് തന്നെ പേഴ്സണലി അറിയാവുന്ന കുറച്ച് പേരൻസ് ഇതിനുവേണ്ടി നേരത്തെ പോയി. പക്ഷെ നമ്മൾ അന്ന് അഡ്വൈസ് ചെയ്തവരോട്, കാരണം അതായത് ഇത് ക്യൂർ ചെയ്യാം. കാരണം ഇതൊരു ഡിസീസ് അല്ല, ഓട്ടിസം എന്ന് പറഞ്ഞാൽ ഒരു അവസ്ഥയാണ്. അപ്പം ഇതൊരു ഡെവലപ്മെന്റൽ ആയിട്ടുള്ള വന്നേക്കുന്ന ഒരു ഇതാണ്. കാരണം ഇതിന്റെ കാരണം കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെ ഒരു ക്യൂർ ചെയ്യാൻ പറ്റും. അപ്പം സ്റ്റെം സെൽ തെറപ്പി എന്ന് പറയുമ്പം അവരിതിനെ പ്രൊമോട്ട് ചെയ്തത്, ക്യൂർ ചെയ്തത് കുട്ടിയെ നോർമൽ ആക്കാം, അല്ലെങ്കിൽ ഇതൊരു സൊല്യൂഷൻ ഫോക്കസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് അതിന് സംസാരിക്കുന്നത്. അപ്പൊ അത് ചില പേരൻസിന് ഇത് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു സൂത്തിങ് ആയിട്ട് തോന്നും. കാരണം ചില പ്രൊഫഷണൽസ് പറയാണ് ഇത് മാറ്റിയെടുക്കാം, അല്ലെങ്കിൽ ഇത് കുട്ടിയെ നോർമൽ ആക്കാന്ന് കേൾക്കുമ്പോൾ ഏത് പേരന്റും അതിനകത്ത് വീടുപോകും. അപ്പൊ അങ്ങനെയുള്ള ഇതിൽ ചതിക്കപ്പെടാതെ, അല്ലെങ്കിൽ ഇത് സ്റ്റെം സെൽ എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്, ലക്ഷങ്ങൾ മുടക്കി ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ എനിക്കറിയാം പല പേരൻസും അവരുടെ സ്വർണവും ഒക്കെ പണയം വെച്ച് പോയി തിരിച്ചു വന്നിട്ടുള്ള പേരൻസ് ഞാൻ കാണുന്നുണ്ട്. അപ്പം അവിടെ പോയി ഈ സ്റ്റെം സെൽ തെറപ്പി എടുത്തിട്ട് കഴിഞ്ഞാൽ അവർ പറയുന്നത് നിങ്ങൾ ഇന്റൻസീവ് ആയിട്ട് സ്പീച്ച് തെറപ്പിയും ഓക്യുപേഷൻ തെറപ്പിയും ബിഹേവിയർ തെറപ്പി കൊടുക്കാൻ അവർ പറയുന്നത്. അപ്പം സ്റ്റെം സെൽ തെറപ്പി അങ്ങനെ ഒരു ഇംപ്രൂവ്മെന്റ് ഓട്ടിസത്തിൽ കാണിക്കാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് എത്രയോ ഹോസ്പിറ്റൽ ഇന്ത്യയിലുണ്ട്, കേരളത്തിലുണ്ട്, അവിടെയൊക്കെ തുടങ്ങേണ്ടതാണല്ലോ. അപ്പൊ അവിടെ ഒന്നും ഈ സ്റ്റെം സെൽ തെറപ്പി ഓട്ടിസത്തിന് വേണ്ടി ഇല്ല. അപ്പൊ ഇതൊരു സയന്റിഫിക് മെത്തേഡായിട്ട് നമ്മൾ സർട്ടിഫൈ ചെയ്ത, അല്ലെങ്കിൽ ഒരു റിസർച്ചിലി പ്രൂവൻ ചെയ്തിട്ടില്ല ഇന്നുവരെ ഓട്ടിസത്തിന്. അപ്പൊ അതുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ ഒരു കാരണവശാലും
ഓട്ടിസം ഉള്ള കുട്ടികളെ പേരൻസ് പ്രത്യേകിച്ച് ഇതിനു വേണ്ടിയിട്ട് പോകാൻ പറയരുത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ അതുപോലെ തന്നെ ഈ കുട്ടികൾ ആഹാരം കഴിക്കാൻ മടി കാണിക്കുന്നതൊക്കെ ഒരു ഓട്ടിസമായിട്ട് നമുക്ക് കരുതാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ തന്നെ അത് ഓട്ടിസം കൊണ്ടാണ് അല്ലെങ്കിൽ മറ്റു പ്രയാസം കൊണ്ടാണ് എന്നുള്ളത് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? അതിൽ ഞാൻ പറഞ്ഞു, നമുക്ക് ഓൾറെഡി സെൻസറി ഡിഫിക്കൽട്ടീസ്, അതായത് ചില കുട്ടികൾക്ക് നമുക്ക് സ്റ്റിക്കി ആയിട്ടുള്ള ആഹാരം, ഇപ്പോൾ ചോറ് അല്ലെങ്കിൽ തൈര്, അതല്ലെങ്കിൽ നൂഡിൽസ്, ഇതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് തൊട്ട് കഴിക്കാനും അത് ചവച്ച് കഴിക്കാനൊക്കെ, അതായത് അത് ചൂ ചെയ്ത് കഴിക്കാനൊക്കെ ബുദ്ധിമുട്ട് ചില കുട്ടികൾ കാണാറുണ്ട്. അപ്പൊ ചൂയിങ് ഇപ്പൊ നമുക്ക് പ്രധാനമായിട്ട് നോക്കുവാണെങ്കിൽ ചില കുട്ടികൾ നേരത്തെ ഉണ്ടാകുന്ന കുട്ടികളുണ്ട്, പ്രീ ടൈം ആയിട്ട് ഉണ്ടാകുന്ന കുട്ടികൾ പഠിക്കുന്നുണ്ടാവുമല്ലോ. അപ്പൊ അവർക്ക് മസിൽസിലൊക്കെ വീക്ക്നെസ് ഉണ്ടാവും. അല്ലെങ്കിൽ അവര് ചില കുട്ടികൾ കുപ്പിപ്പാല് ബോട്ടിൽ ഫീഡിങ് കുറെ അധികം ചെയ്യുന്നുണ്ടാവും. 2 വയസ്സ് കഴിഞ്ഞ് 3 വയസ്സ് വരെയൊക്കെ കുപ്പിപ്പാൽ കുടിക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പൊ ഈ ബോട്ടിൽ ഫീഡിങ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഭക്ഷണം ചൂ ചെയ്ത് കഴിക്കാനുള്ള ആ ഒരു സാഹചര്യം ഉണ്ടാകാത്തതുകൊണ്ട് ചില കുട്ടികൾ, ചില പേരൻസ് എന്താ വെച്ചാൽ മിക്സിയിൽ അടിച്ചു കൊടുക്കും, അല്ലെങ്കിൽ അവര് നല്ലപോലെ ക്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ചൂയിങ് നടക്കത്തില്ല. അപ്പൊ അങ്ങനെ വരുന്ന കുട്ടികൾക്ക് ഈ സോളൻ ഡിഫിക്കൽറ്റി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കഴിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. അപ്പൊ അത് ഓട്ടിസം ആകാൻ നിർബന്ധമില്ല. പക്ഷെ ഓട്ടിസ്റ്റിക് കുട്ടികൾക്ക്, ചില കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ സെൻസറി ഡിഫിക്കൽറ്റി, അതായത് അവർക്ക് അതിനെ അവോയ്ഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രവണത കാണുന്നുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ടേസ്റ്റ് ബഡിനെ ഹൈലി സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചു കഴിയുമ്പോൾ ചിലർക്ക് ചില ടൈപ്പ് ഓഫ് ഫുഡ് കഴിക്കാൻ താല്പര്യപ്പെട്ട് കാണിക്കുന്നുണ്ട്. ചിലപ്പം ചില പേരൻസ് നൂഡിൽസ് ആയിരിക്കും കൂടുതൽ കഴിക്കുന്നത്, അല്ലെങ്കിൽ ഹൈലി പ്രിസർവേറ്റീവ് ആയിട്ടുള്ള ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ജങ്ക് ഫുഡുകളൊക്കെ കഴിച്ചിട്ട് ചില കുട്ടികൾക്ക് നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം അവർ കഴിക്കാൻ താല്പര്യക്കുറവ് കാണിക്കുന്നുണ്ട്. അതൊരു പെരുമാറ്റ പ്രശ്നമായിട്ട് മാറുന്നുണ്ട്. അപ്പൊ ഇതിനെ നമുക്ക് കൃത്യമായിട്ട് തിരിച്ചറിയണം. അപ്പൊ അത് ഓട്ടിസത്തിന്റെ പ്രോബ്ലം കൊണ്ടാണോ, അതോ കുട്ടികളുടെ ലേൺഡ് ബിഹേവിയർ ആണോ, പേരൻസിന്റെ തെറ്റായിട്ടുള്ള ട്രെയിനിങ് കൊണ്ട് വന്നതാണോ, അതോ ആ കുട്ടിക്ക് അവന്റെ വായിക്കകത്തുള്ള മസിൽസിന്റെ സെൻസറി ഡെവലപ്മെന്റ് പ്രോപ്പറായിട്ട് വരാത്തത് കൊണ്ടാണോ, ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. അതുപോലെ തന്നെ ഡോക്ടർ, ഈ ഓട്ടിസത്തെ കുറിച്ച് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന കുറച്ച് തെറ്റായ പ്രചരണങ്ങൾ അതെന്തൊക്കെയാണ്? ഒന്ന് ഞാൻ പറയുന്നത്, ഓട്ടിസം എന്നൊരു അവസ്ഥയെ നമുക്ക് ഇത് ക്യൂർ ചെയ്ത് മാറ്റിയെടുക്കുക എന്നുള്ളത് തന്നെ ആദ്യം തെറ്റാണ്. കാരണം നമുക്ക് മൈൽഡ് സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിയർ നോർമൽ ആക്കി അവരെ നമുക്ക് മെയിൻ സ്ട്രീം ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ ഇത് പല ആളുകളും പോകുന്നത് ചില ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മെത്തേഡ്സ് പോകുന്നുണ്ട്. ചില മരുന്നുകൾ കഴിക്കാം, ഇന്ന ഒറ്റമൂലി കഴിച്ചു കഴിഞ്ഞാൽ മാറും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചിലരിങ്ങനെ പ്രാർത്ഥനകൾ, അല്ലെങ്കിൽ ചില ടൈപ്പ് ഓഫ് അങ്ങനെ കേട്ടിട്ടുണ്ടാവല്ലോ. അപ്പം പല വിശ്വാസങ്ങളുള്ള ആളുകളുണ്ട്. അപ്പം അത് ചെയ്താൽ മാറും, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അതൊക്കെ തെറ്റായിട്ടുള്ള ഒരു ഇതാണ്. കാരണം നമ്മൾ നേരത്തെ കണ്ടുപിടിക്കുക, ഇത് വേൾഡ് വൈഡ്, അതിപ്പോ ഈ ഓക്യുപേഷൻ തെറപ്പി, സ്പീച്ച് തെറപ്പി, അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ, അല്ലെങ്കിൽ പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ്, സൈക്യാട്രിസ്റ്റ് ഒക്കെ കൊടുക്കുന്ന മരുന്നുകളും ട്രെയിനിങ്ങുകളൊക്കെ നമ്മൾ കൊടുക്കുന്നതൊക്കെ ഒരു വേൾഡ് ക്ലാസ്, അതായത് നമ്മൾ ലോകത്തെ എല്ലാ സ്ഥലങ്ങളും ചെയ്യുന്നതാണ്. അല്ലാണ്ട് നമ്മൾ ഇന്ത്യയിലോ കേരളത്തിലോ നമ്മൾ കണ്ടുപിടിക്കുന്നതല്ല. ഇതെല്ലാം സയന്റിഫിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ള ചില ട്രീറ്റ്മെന്റ് മെത്തേഡുകളാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ചില കേസിൽ ചില ഓൾട്ടർനേറ്റീവ് മെഡിസിൻ, ഇപ്പൊ ഞാനത് പേരെടുത്ത് പറഞ്ഞാൽ അത് അവർക്ക് ബുദ്ധിമുട്ടാവും. അപ്പം അവർ പറയുന്നത് ഇന്ന മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഇത് മാറും. അങ്ങനെ പ്രതീക്ഷ കൊടുക്കുന്നത് ഒരിക്കലും ഒരു എത്തിക്കൽ പ്രാക്ടീസ് അല്ല. കാരണം ഞാൻ ഓൾറെഡി പറയാം, ഇതിനെ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് കണ്ടമാനം. ഇപ്പൊ ചൂഷണം ചെയ്യപ്പെടുന്നത് കാരണം ഈ ഒരു പർട്ടിക്കുലർ നമ്മുടെ വീട്ടിലൊരു കുട്ടിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ആ മാതാപിതാക്കൾ വളരെയധികം ഡിപ്രസ്ഡ് ആയിരിക്കും. അവരുടെ കംപ്ലീറ്റ് 10 വർഷം കൂടിയായിരിക്കും ഒരു കുട്ടി ഉണ്ടാവുന്നത്, അല്ലെ IVF-ലായിരിക്കും ഒരു കുട്ടി ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അവരെ നമ്മൾ സൈക്കോളജിസ്റ്റിന്റെ സഹായത്തോടെ കൗൺസിലിങ്ങുകളൊക്കെ കൊടുത്ത് അവരെ നമ്മളത് അടിച്ചേൽപ്പിക്കാനല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ അവരെ ട്രെയിൻ ചെയ്ത് അവരെ ഇതിനകത്തൊരു അവയർനെസ് കൊണ്ടുവരിക. അപ്പൊ അങ്ങനെ കൊണ്ടുവരുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പക്ഷെ ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്നതെന്ന് വെച്ചാൽ ചില ആളുകൾ തെറ്റായിട്ടുള്ള ഗൈഡൻസിൽ പോയി ഓൺലൈൻ വഴി കണ്ടുപിടിച്ച് ഇതിനെ ഫിക്സ് ചെയ്യാം, ക്യൂർ ചെയ്യാം, ഇന്ന സിംറ്റത്തെ നമുക്ക് മാറ്റിയെടുക്കാം, അങ്ങനത്തെ ഒരു കണ്ടീഷൻ അല്ല അത്. അപ്പൊ അത് പേരൻസ് തീർച്ചയായിട്ടും അത് മനസ്സിലാക്കി കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിരിക്കും. ഓട്ടിസം എന്നുള്ള വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. കൊച്ചിയിലെ പ്രയത്ന ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ ഫൗണ്ടർ ഡോക്ടർ ജോസഫ് സണ്ണി കുന്നശ്ശേരിയാണ് നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി തന്നത്. ഡോക്ടർ വളരെ നന്ദി പരിപാടിയിൽ പങ്കെടുത്തതിന്. താങ്ക് യു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.